പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, പുതുവർഷത്തിലെ ആദ്യത്തെ സമ്മേളനമാണ്. എപ്പോഴാണ് ഈ യോഗം ആരംഭിക്കുന്നത്? ആരൊക്കെയാണ് പങ്കെടുക്കുക? മറ്റു വിവരങ്ങൾ എന്താണ്? യോഗം ഇപ്പോൾ ആരംഭിച്ചു. 11:30 യോഗത്തിന്റെ സമയം പറഞ്ഞിരുന്നത്. യോഗം ആരംഭിച്ചിരിക്കുന്നു. യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലോക്സഭയിൽ പാർലമെന്റ് അംഗത്വമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ, ചുമതലയുള്ള നേതാക്കളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. യോഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം ബജറ്റ് സമ്മേളനം നടക്കാൻ പോകുന്നു. ബജറ്റ് അവതരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫെബ്രുവരി 1-ാം തീയതി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിന് എല്ലാവർക്കുമുള്ള പരിഗണന, ഒപ്പം തന്നെ അതിനും അപ്പുറത്തേക്ക് ഈ ബജറ്റ് സമ്മേളനത്തിൽ ഉയർന്നു വരുന്ന വിഷയങ്ങളാകും പ്രധാനപ്പെട്ടത്. അത് നിരവധി വിഷയങ്ങൾ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളുണ്ട്. പല കാലങ്ങളായി ഉന്നയിക്കുന്ന മണിപ്പൂർ വിഷയമുണ്ട്. ഒപ്പം തന്നെ ബജറ്റിന്റെ മുകളിൽ ബജറ്റിൽ അലോക്കേഷൻ എങ്ങനെ, സംസ്ഥാനങ്ങൾക്കുള്ള പരിഗണന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സജീവ ചർച്ച നടക്കാൻ പോകുന്നു. പാർലമെന്റിനകത്തേക്ക് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയ ചർച്ചകൾക്ക്, അതിനുശേഷം വലിയ വാഗ്വാദങ്ങൾക്കെല്ലാം ഇടയാക്കിയിരുന്നു സഭയ്ക്കകത്ത്. ഇത്തവണ അത്തരം പ്രശ്നങ്ങളിലേക്ക് പോകാതെ സഭയുമായി സഹകരിക്കണം പ്രതിപക്ഷം എന്ന ആവശ്യം കഴിഞ്ഞ ദിവസം തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പാർലമെന്ററി കാര്യ മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യം തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ മുന്നോട്ട് വെക്കുക. പക്ഷേ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടതാകും. വഖഫ് ബില്ല് പാർലമെന്റിന്റെ സംയുക്ത പാർലമെന്റ് സമിതി അതിൽ പ്രതിപക്ഷ അംഗങ്ങൾ മുന്നോട്ട് വെച്ച വിഷയങ്ങളൊന്നും അംഗീകരിക്കാതെ മുന്നോട്ട് പോവുകയാണ് ഭരണപക്ഷ അംഗങ്ങളും ചെയർമാനും ചെയ്തത്. ഇക്കാര്യങ്ങളെല്ലാം സഭയിൽ അതിശക്തമായി ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട അതിരൂക്ഷമായ ചർച്ചയുണ്ടാകും. ഒപ്പം തന്നെ ബജറ്റ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട ചർച്ചയെല്ലാം സഭയെ പ്രക്ഷുബ്ധമാക്കാതെ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് സർക്കാർ പറയുമ്പോൾ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സർവകക്ഷി യോഗവും വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട സർവകക്ഷി യോഗമാണ് ചേരുന്നത്. ബജറ്റ് ശനിയാഴ്ച അവതരിപ്പിക്കാനിരിക്കുകയാണ്.